ഗുണ്ടർട്ട് എഴുതിയ കേരള പഴമയിൽ സൂചിപ്പിക്കുന്ന കേരള ചരിത്ര കാലഘട്ടം ഏത്? ആൻസർ ക്രിസ്തുവിന് ശേഷം 1498 ടു 1631. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിക്രമാദിത്യ വരഗുണൻ ശ്രീമൂലവാസം ബുദ്ധവിഹാരത്തിലേക്ക് നൽകിയ ഭൂസ്വത്തുക്കളുടെ വിവരണവും ബുദ്ധധർമ്മ പ്രകീർത്തനവും ഉൾക്കൊള്ളുന്ന ചെപ്പേട്. ഓപ്ഷൻസ് എ തരസാപ്പള്ളി ചെപ്പേട്, ബി പാലിയം ചെപ്പേട്, സി വാഴപ്പള്ളി ചെപ്പേട്, ഡി ഹജൂർ ചെപ്പേട്. ആൻസർ ബി പാലിയം ചെപ്പേട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കണ്ടുകിട്ടിയതിൽ ഏറ്റവും പഴക്കമുള്ള സ്വർണ്ണ നാണയം. ഓപ്ഷൻസ് എ രാശി, ബി അഴകച്ച്, സി തിരമം, ഡി പൊന്ന്. ആൻസർ എ രാശി. നാലാമത്തെ ക്വസ്റ്റ്യൻ, സാമൂതിരിമാരുടെ കാലത്തെ സാംസ്കാരിക വേദിയായ രേവതി പട്ടംദാനം നടന്നിരുന്നത് എത്ര ദിവസമായിരുന്നു? ഓപ്ഷൻസ് എ 9 ദിവസം, ബി 7 ദിവസം, സി 12 ദിവസം, ഡി 5 ദിവസം. ആൻസർ ബി 7 ദിവസം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ അച്ചടിശാല സ്ഥാപിച്ചത്. ഓപ്ഷൻസ് എ ഡച്ചുകാർ, ബി പോർച്ചുഗീസുകാർ, സി ഇംഗ്ലീഷുകാർ, ഡി ചൈനക്കാർ. ആൻസർ സി ഇംഗ്ലീഷുകാർ. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് 1-2 ക്വസ്റ്റ്യനും കൂടി ഒന്ന് പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എവിടെയാന്നുള്ളത്. എവിടെയാണ്? കോട്ടയം CMS പ്രസ്സിലാണ് കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ഈ കൂട്ടത്തിൽ പഠിക്കാം. അച്ചടിയുടെ പിതാവ് ആരായിരിക്കും? ബെഞ്ചമിൻ ബെയ്ലിയാണ് അച്ചടിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇദ്ദേഹമാണ് ഇംഗ്ലണ്ടിൽ നിന്നും ഈ അച്ചടി മെഷീൻ കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് നമ്മൾ പറഞ്ഞത്? അച്ചടിശാല, കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് കോട്ടയം CMS പ്രസ്സിലാണ്. അച്ചടിയുടെ പിതാവ് ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. അദ്ദേഹം എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഇംഗ്ലണ്ടിൽ നിന്നാണ് അച്ചടി യന്ത്രം കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് കൂട്ടത്തിൽ പഠിച്ചിരിക്കാം. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ജാതി വ്യവസ്ഥയ്ക്ക് താക്കീതായ ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന്. ഓപ്ഷൻസ് എ 1888, ബി 1889, സി 1897, ഡി 1886. ആൻസർ എ 1888. 7ാമത്തെ ക്വസ്റ്റ്യൻ, വടക്കൻ പാട്ടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം കേരളത്തിൽ ആദ്യമായി നടത്തിയത്. ഓപ്ഷൻസ് എ മൂർക്കോത്ത് കുഞ്ഞപ്പ, ബി ഡോക്ടർ MV വിഷ്ണു നമ്പൂതിരി, സി ഡോക്ടർ ചേലനാട്ട് അച്യുത മേനോൻ, ഡി MR രാഘവ വാര്യർ. ആൻസർ സി ഡോക്ടർ ചേലനാട്ട് അച്യുത മേനോൻ. 8ാമത്തെ ക്വസ്റ്റ്യൻ, ഇരവിക്കുട്ടി പിള്ളപ്പോര് വില്ലടിപ്പാട്ട് എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആര്? ഓപ്ഷൻസ് എ ശൂരനാട്ട് കുഞ്ഞമ്പിള്ള, ബി CV രാമൻ പിള്ള, സി K രമേശൻ നായർ, ഡി കണ്ണങ്കര രാമൻ പിള്ള. ആൻസർ എ ശൂരനാട്ട് കുഞ്ഞൻപിള്ള. 9ാമത്തെ ക്വസ്റ്റ്യൻ, കൊല്ലവർഷം രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യ രേഖ. ഓപ്ഷൻസ് എ അവിട്ടത്തൂർ ശാസനം, ബി മാമ്പള്ളി ശാസനം, സി പാലിയം ശാസനം, ഡി തരിസാപ്പള്ളി ശാസനം. ആൻസർ ബി മാമ്പള്ളി ശാസനം. 10ാമത്തെ ക്വസ്റ്റ്യൻ, 1907 സാധുജന പരിപാലന യോഗം രൂപീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻസ് എ TK മാധവൻ, ബി K കേളപ്പൻ, സി C കൃഷ്ണൻ, ഡി അയ്യങ്കാളി. ആൻസർ ഡി അയ്യങ്കാളി. 11ാമത്തെ ക്വസ്റ്റ്യൻ, പല ജനത പലേ നിബന്ധം, പല നഗരം പല വേഷഭാഷകൾ. ഈ വരികൾ ആശാന്റെ ഏത് കൃതിയിലേതാണ്? ഓപ്ഷൻസ് എ നളനി, ബി ചണ്ടാല ഭിക്ഷുകി, സി ദുരവസ്ഥ, ഡി ലീല. ആൻസർ ഡി ലീല. 12ാമത്തെ ക്വസ്റ്റ്യൻ,
1969 കാവിലെ പാട്ട് എന്ന കൃതിക്ക് ഇടശ്ശേരിക്ക് ലഭിച്ച പുരസ്കാരം? ഓപ്ഷൻസ് എ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ബി ആശാൻ പുരസ്കാരം, സി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഡി എഴുത്തച്ഛൻ പുരസ്കാരം. ആൻസർ സി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് അയ്യപ്പ പണിക്കർ എഴുതിയ മറുപടി കവിത? ഓപ്ഷൻസ് എ ഉണ്ടൊരു തുള്ളി, ബി മൃത്യുപുഴ, സി ഗോപികാ ദണ്ഡകം, ഡി കുരുക്ഷേത്രം. ആൻസർ സി ഗോപികാ ദണ്ഡകം. 14ാമത്തെ ക്വസ്റ്റ്യൻ. സഖ്യനേക്കാൾ തലപ്പൊക്കം, നിളയേക്കാളും ആർദ്രത, ഇണങ്ങി നിന്നിൽ സൽപുത്രന്മാരിൽ പൈതൃകം അങ്ങനെ. ആറ്റൂർ രവിവർമ്മയുടെ മേഘരൂപൻ എന്ന കവിതയിലെ വരികളാണിവ. ഇതിൽ പരാമർശിച്ചിരിക്കുന്നത് ആരെക്കുറിച്ച്? ഓപ്ഷൻസ് എ കുഞ്ഞുണ്ണി, ബി ചങ്ങൻപുഴ, സി പി കുഞ്ഞിരാമൻ നായർ, ഡി വയലോപ്പിള്ളി. ആൻസർ സി പി കുഞ്ഞിരാമൻ നായർ. 15ാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പോയിറ്റിക്ക ആരുടെ കൃതിയാണ്? ഓപ്ഷൻസ് എ ടോൾസ്റ്റോയ്, ബി ലോങ്കിനസ്, സി ഹോറസ്, ഡി കോൾറിഡ്ജ്. ആൻസർ സി ഹോറസ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. സാഹിത്യ വിമർശനത്തിൽ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് സങ്കല്പം ആരുടെ? ഓപ്ഷൻസ് എ എലിയട്ട്, ബി ഐ എച്ച് റിച്ചാർഡ്, ബി ബെനഡിറ്റോ ക്രോച്ചെ, ഡി ബുച്ചർ. ആൻസർ എ എലിയട്ട്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പ്രമുഖ ദ്രാവിഡ ഭാഷ? തമിഴ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഭരതന്റെ നാട്യശാസ്ത്രത്തിലെ സർവപ്രധാനമായ അധ്യായം? ഓപ്ഷൻസ് എ 1-ാം അധ്യായം, ബി 3-ാം അധ്യായം, സി 6-ാം അധ്യായം, ഡി 2-ാം അധ്യായം. ആൻസർ സി 6-ാം അധ്യായം. 19ാമത്തെ ക്വസ്റ്റ്യൻ. സഹൃദയൻ രസം ആസ്വദിക്കുന്നതിനെ കുറിച്ച് ഭട്ടനായകന്റെ വാദം ഏത്? ഓപ്ഷൻസ് എ ഭുക്തിവാദം, ബി അനുമതിവാദം, സി ഉൽപ്പത്തിവാദം, ഡി അഭിവ്യക്തിവാദം. ആൻസർ എ ഭുക്തിവാദം. 20ാമത്തെ ക്വസ്റ്റ്യൻ. മൂലദ്രാവിഡ ഭാഷയുടെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന അഭിപ്രായം ആദ്യമായി അവതരിപ്പിച്ചത്? ഓപ്ഷൻസ് എ എൽ വി രാമസ്വാമി അയ്യർ, ബി ഉള്ളൂർ, സി ആറ്റൂർ കൃഷ്ണ പിഷാരടി, ഡി ഗോദവർമ്മ. ആൻസർ സി ആറ്റൂർ കൃഷ്ണ പിഷാരടി.